ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 11 ദിവസം കൂടി ശേഷിക്കെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2-ന് പാലക്കാട്ട് നടക്കുന്ന NDA പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വൈകിട്ട് 4-ന് തൃശൂർ സ്വരാജ് റൌണ്ടിലെ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ എയർ സ്പേസിൽ പ്രൈവറ്റ് ഹെലികോപ്റ്റർ, ഡ്രോൺ, ഹാങ് ഗ്ലൈഡറുകൾ എന്നിവയുടെ ഉപയോഗം നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാടും നാളെ മലപ്പുറത്തും തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇന്ന് എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ തിരുവനന്തപുരം മണ്ഡലം UDF സ്ഥാനാർത്ഥി CP ജോണിന്റെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. യുവജനങ്ങളിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന എന്റെ വോട്ട് എന്റെ ശക്തി സംസ്ഥാനതല പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി, ജനമൈത്രി പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രചാരണ പരിപാടി തിരുവനന്തപുരം മാനവീയം വീഥിയിൽ ജില്ലാ സെഷൻസ് ജഡ്ജി നസീറ ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ സ്വീപ് സൌഹൃദ ക്രിക്കറ്റ് മത്സരം നടത്തും. ജില്ലയിൽ 100% പോളിംഗ് ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണയും അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗം ആരോൺ ജോർജും ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങും. നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെയും സ്വീപിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്ലോ റൺ പ്രചാരണം ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കളക്ടറേറ്റ് ഗേറ്റ് മുതൽ ഗാന്ധി സ്ക്വയർ വരെയാണ് സ്ലോ റൺ സംഘടിപ്പിച്ചത്. വോട്ട് ചെയ്യാനുള്ള അവബോധം വർദ്ധിപ്പിക്കുകയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. പത്തനംതിട്ട 14 കേരള ബറ്റാലിയൻ NCC അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് പാലക്കാട് നഗരസഭാ കൌൺസിലർ പ്രശോഭ് വത്സനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അറിയിച്ചു. പ്രശോഭ് വത്സനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. നഗരസഭയിലെ 24-ാം വാർഡ് കൌൺസിലറാണ് പ്രശോഭ് വത്സൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകളുടെ ആദ്യ പരിശോധന ഇന്നു മുതൽ 4 ദിവസം നടത്തുമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു. രാവിലെ 8 മണ്ഡലങ്ങളുടെ പരിശോധന PWD റെസ്റ്റ് ഹൌസ് സമുച്ചയത്തിൽ ആരംഭിക്കും. ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം രാവിലെ കളക്ടറേറ്റിൽ ആരംഭിച്ചു. 2ാം ഘട്ട റാൻഡമൈസേഷൻ അടുത്ത ചൊവ്വാഴ്ചയാണ്. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള 2ാമത്തെ പട്ടിക കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റ് വഴിയോ ECI നെറ്റ് ആപ്പ് വഴിയോ വോട്ടർമാർക്ക് എപ്പിക് നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ്. തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതിനായി പശ്ചിമബംഗാളിലെ 23 ജില്ലകളിലായി 19 ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 132ാം പതിപ്പാണ് ഇത്. ദൂരദർശനും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം സൃഷ്ടിച്ച ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അതിഥിയായാണ് അദ്ദേഹം ലോക്ഭവനിൽ എത്തുന്നത്. എരണിയേൽ നാഗർകോവിൽ ഇരട്ടപ്പാത കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ 11 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി. മധുര പുനലൂർ എക്സ്പ്രസ്, നാഗർകോവിൽ തിരുവനന്തപുരം, തിരുവനന്തപുരം പാസഞ്ചർ, പുനലൂർ കന്യാകുമാരി, പുനലൂർ പാസഞ്ചർ, കൊല്ലം കന്യാകുമാരി മെമു, പുനലൂർ മധുര എക്സ്പ്രസ് എന്നിവ റദ്ദാക്കിയ ട്രെയിനുകളിൽ ഉൾപ്പെടുന്നു. 10 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. 2 ട്രെയിനുകൾ വഴി തിരിച്ചുവിട്ടു. 4 ട്രെയിനുകൾ വൈകി ഓടാൻ സാധ്യതയുണ്ടെന്നും റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.